റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിൽ ഏറ്റവും വലിയ രണ്ട് വാട്ടർ കമ്പനികളായ തേംസ് വാട്ടറും ആംഗ്ലിയൻ വാട്ടറും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇരു കമ്പനികളും അന്വേഷണം നേരിടുന്നത്. 53 ക്രിമിനൽ അന്വേഷണങ്ങളാണ് ഇരു കമ്പനികൾക്കും എതിരെ നടക്കുന്നതെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലെ വാട്ടർ കമ്പനികൾ നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾക്ക് പരിസ്ഥിതി ഏജൻസിക്ക് വരുന്ന ചിലവുകൾ കമ്പനികൾ തന്നെ വഹിക്കേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ അന്വേഷണം നേരിടുന്നത് തേംസിനാണ്. നിലവിൽ കനത്ത കടബാധ്യതയുള്ള കമ്പനിക്ക് ഇത് കടുത്ത തിരിച്ചടിയാണ്. വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് ധനസഹായം വെട്ടിക്കുറയ്ക്കുവാനുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 80 വയസ്സിന് താഴെയുള്ള പെൻഷൻകാരുള്ള കുടുംബങ്ങൾക്ക് 200 പൗണ്ട് അല്ലെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ള പെൻഷൻകാരുള്ള കുടുംബങ്ങൾക്ക് 300 പൗണ്ട് എന്ന തോതിലാണ് ശൈത്യകാല ഇന്ധന പേയ്മെന്റ് പ്രതിവർഷം നൽകുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ മുൻ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയതെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് മുമ്പെല്ലാ പെൻഷൻകാർക്കും നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാർ പെൻഷൻ ക്രെഡിറ്റിനും മറ്റു വരുമാനവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്കും യോഗ്യത പരിമിതപ്പെടുത്തിയതിനെ തുടർന്ന് 10.3 ദശലക്ഷം പേർക്ക് ഈ ആനുകൂല്യം നഷ്ടപ്പെട്ടു. ഇതുവഴി 1.4 ബില്യൺ പൗണ്ട് സർക്കാരിന് ലഭിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും കടുത്ത ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ലേബർ പാർട്ടി അധികാരമേറ്റതിന് തൊട്ടുപിന്നാലെ പ്രഖ്യാപിച്ച ഈ നീക്കം യൂണിയനുകളിൽ നിന്നും പെൻഷൻകാരുടെ ചാരിറ്റികളിൽ നിന്നും കടുത്ത വിമർശനത്തിനും കാരണമായി. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് പ്രശസ്തമായ അവധിക്കാല ദ്വീപായ ക്രീറ്റിലെ വിനോദസഞ്ചാരികളോട് തീരത്തുനിന്നും മാറി നിൽക്കുവാൻ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ ദ്വീപിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. സ്വന്തം സുരക്ഷയ്ക്കായി എല്ലാവരോടും തീരത്തുനിന്നും മാറി നിൽക്കുവാൻ ഗ്രീക്ക് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഭൂകമ്പത്തെ തുടർന്ന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത്, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഗ്രീസിൽ 5.9 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ജനസാന്ദ്രതയുള്ള ക്രീറ്റിന്റെ തീരത്തിനടുത്താണ് വീണ്ടും ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഏപ്രിലിൽ UK സർക്കാർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കടം വാങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. പൊതുസേവനങ്ങൾ നന്നാക്കുവാനും സമ്പദ് വ്യവസ്ഥ വളർച്ച മെച്ചപ്പെടുത്തുവാനും റേച്ചൽ റീവ്സിന് തന്റെ സാമ്പത്തിക നിയമങ്ങൾ പാലിക്കുവാനുള്ള വെല്ലുവിളിയായി ഇത് അടിവരയിടുന്നു. ലേബർ പാർട്ടിയുടെ നികുതി പദ്ധതികളിൽ ചാൻസലർ സമ്മർദ്ദത്തിലായതുകൊണ്ട് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് ഏപ്രിലിൽ പൊതുമേഖലാ അറ്റവായ്പ 20.2 ബില്യൺ പൗണ്ടായി ഉയർന്നതായി അറിയിക്കുന്നു. ഇത് ഒരു വർഷം മുമ്പത്തെ ഇതേ മാസത്തേക്കാൾ 1 ബില്യൺ പൗണ്ട് കൂടുതലും 1993 മുതലുള്ള രേഖകളിൽ 4ാമത്തെ ഏറ്റവും ഉയർന്ന വായ്പാ സംഖ്യയുമാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നഗര സാമ്പത്തിക വിദഗ്ധർ ഇത് 17.9 ബില്യൺ പൗണ്ടായി വായ്പയെടുക്കുമെന്ന് പ്രവചിച്ചിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ BJP MLA N മുനിരത്നയ്ക്കും 3 സഹായികൾക്കുമെതിരെ കേസെടുത്തു. 40-കാരിയായ BJP പ്രവർത്തകരുടെ പരാതിയിലാണ് ഇവർക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. 2023 ജൂൺ 11 കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കള്ളക്കേസെടുത്ത ശേഷം സഹായം വാഗ്ദാനം ചെയ്ത് MLA ഓഫീസിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. എന്തോ മാരകമായ വൈറസ് തന്റെ ദേഹത്ത് കുത്തിവെച്ചുവെന്നും ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ മാരകരോഗം സ്ഥിരീകരിച്ചെന്നും യുവതി പറഞ്ഞിരുന്നു. മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം തനിക്കെതിരെ നേരത്തെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു. ദൂരപരിധി കൂടിയ ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി രാജ്യം. മിസൈലിന്റെ ദൂരപരിധി 800 കിലോമീറ്ററായി ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രതിരോധ ഗവേഷകർ. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസിന്റെ മിസൈലിന്റെ പുതിയ പതിപ്പും വികസന ഘട്ടത്തിലാണ്. 290 മീറ്ററാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി. 2016 ദൂരപരിധി 400 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിരുന്നു. ഇത് 800 കിലോമീറ്ററായി ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ്. നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകൻ യദു സായന്തിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായി പരാതി. പയ്യന്നൂർ തൃച്ചംബരത്ത് കഴിഞ്ഞ രാത്രിയാണ് സംഭവം. യദുവും സുഹൃത്തുക്കളും പിറന്നാൾ ആഘോഷം കഴിഞ്ഞ വരവെ ചിന്മയ സ്കൂൾ പരിസരത്ത് വെച്ചാണ് അക്രമമുണ്ടായത്. ബോർഡിനെ കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ച് BJP അനുഭാവികളാണ് ആക്രമിച്ചതെന്ന് യദു പറഞ്ഞു. യദുവിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യദുവിനെ ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യൻ വീണ്ടും ഉദിച്ചപ്പോൾ കരിനിഴൽ വീണത് ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കാണ്. ഡൽഹിയെ 59 റൺസിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടന്നു. സൂര്യകുമാർ യാദവിന്റെ 43 പന്തിൽ 73 റൺസിന്റെ മികവിൽ മുംബൈ ഉയർത്തിയ 181 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 18.2 ഓവറിൽ 121 റൺസിന് ഓൾ ഔട്ടായി. സൂര്യകുമാർ യാദവിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. മുംബൈ 20 ഓവറിൽ നിന്നും 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ്. ഡൽഹി 18.2 ഓവറിൽ 121 ഓൾ ഔട്ട്. ഈ സീസണിൽ പ്ലേ ഓഫിൽ സ്ഥാനമർമ്മിക്കുന്ന
4ാമത്തെ ടീമാണ് മുംബൈ. ഗുജറാത്ത്, ബംഗളൂരു, പഞ്ചാബ് ടീമുകൾ നേരത്തെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.02 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio